ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബീട്രൂട്ട് പച്ചടി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ആണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. ഇത് ഇനി നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതിനെ ഇനി കുക്കറിലിട്ടിട്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാനൊരു 6 വിസിലോളം ഈ ബീട്രൂട്ടിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവിയൊക്കെ പോയിട്ടാണ് കുക്കർ തുറന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോ ഞാൻ 1.5 കപ്പ് തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളി, 4-5 അല്ലിയോളം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകം, ഇവയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരയാൻ ബുദ്ധിമുട്ടുള്ള മിക്സി ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം കൂടി പോവരുത് കേട്ടോ. അപ്പൊ നമ്മുടെ പച്ചടി ലൂസായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെള്ളം മാക്സിമം കുറച്ചിട്ട് വേണം നിങ്ങൾ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ അരച്ചെടുക്കണം. ബീട്രൂട്ട് അരച്ചെടുക്കുമ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളം കുക്കറിൽ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ബീട്രൂട്ടും അരച്ചെടുക്കാനായിട്ട്. ഇപ്പോ ഞാനിതാ ബീട്രൂട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പാനിലേക്ക് ഞാൻ മാറ്റാണ്. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് 2-3 മിനിറ്റോളം ഈ ബീട്രൂട്ടിന്റെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് പോവാനും വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ കുക്ക് ചെയ്യൊന്നും വേണ്ട, കാരണം ബീട്രൂട്ടൊക്കെ ഓൾറെഡി വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് കുക്ക് ആവാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോ 1 കപ്പോളം തൈര് ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണ് ബീട്രൂട്ട് പച്ചടിക്ക് ഏറ്റവും നല്ലത്. പുളി ഇല്ലാത്ത തൈരാണ് നിങ്ങളെടുത്തെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ആ പച്ചടിക്ക് കറക്റ്റ് ആ പുളിപ്പൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ആവശ്യത്തിന് തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കാരണം തൈര് ചേർത്തതിനു ശേഷം കൂടുതൽ കുക്ക് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ തൈര് പിരിഞ്ഞു വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കുകയും വേണം. വറവിട്ട് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ഇത്തിരി കടുക്, ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിന്റെ കൂടെയും അതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, പലരും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനും വേണ്ടിയിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ കാണാം, ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.